ഈശ്വര, ഇതും തുടങ്ങിയോ? ഇത് മരുന്നിനടി പുതിയ ഐറ്റം. എന്തോന്ന് പുതിയ ഐറ്റം? കണ്ണി കണ്ട ലേഹൊക്കെ വലിച്ചു വരെ തിന്നുന്നതും പോരാഞ്ഞിട്ടാന്നോ ദേ എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ. ഇതിന്റെ എഫക്റ്റ് നീ കണ്ടോടി? എനിക്കൊന്നും കാണണ്ട, കണ്ടെടുത്തോളം തന്നെ ധാരാളം. ഓ ഇലിക്കല്ലേ വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഞാൻ എന്നാ ഡ്രാഗുളയാ? അല്ലേ? വിവേകേട്ടാ, എനിക്ക് മതിയായി ഈ പരിപാടി. 5-6 കൊല്ലായി എനിക്കിത് സഹിക്കാൻ വയ്യ. ദേഹം മുഴുവൻ നീറ്റലാ. ഇതേ ഒരു തരം മാനസിക രോഗ. ഇതിന് ചികിത്സിക്കാ വേണ്ടത്. അത് പറഞ്ഞ് കേൾക്കത്തില്ലല്ലോ. നീ എന്നെ മാനസിക രോഗിയാക്കി അല്ലേ? ഞാൻ മാനസിക രോഗി ഉള്ളതാ. ഇത് പിന്നെ വേറെ എന്നാ? ഇനി അമ്മ വിളിച്ച് ചോദിക്കുമ്പോ മച്ച പൊളിച്ച് താഴെ വിടുതാന്ന് ഞാൻ പറയട്ടെ. മതിയോ? വീട്ടിലേക്ക് പോന്നാ വിളിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? മമ്മ മരിച്ചു. ആരുമില്ല. വിവേകത്തില്ലേ? എനിക്കെങ്ങനെ വരാൻ പറ്റുന്നേ? നാളെ മറ്റന്നാളെ അവധിയല്ലേ? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നാളെ ഞാൻ എത്തും. ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു. കിട്ടിയല്ലോ അല്ലേ? ഹലോ ഹലോ നമ്മൾ പുറത്ത് കാണുന്ന ആളല്ല മോളെ അയാള്. എനിക്കത് ആദ്യം സംശയം ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും തട്ടിപ്പാ. നിന്നെ മടുത്ത അയാൾ ഇട്ടേച്ചു പോകും. അതാ എന്റെ പേടി. ഒന്നും കഴിച്ചില്ലല്ലോ. അയാളെന്താണ് മോളെ വരാഞ്ഞത്? പോട്ടെ, എന്നാലും അയാൾക്ക് വരായിരുന്നു. നിങ്ങളുടെ ഈ ലിവിങ് ടുഗദറൊന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല. അത് ഞങ്ങൾ പലവണ കൊച്ചിന്റെ മമ്മയോട് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഇവിടെ കിടക്കണം മോളെ. വേണ്ടല്ലോ ചേച്ചി. സോറി, വരാനൊത്തില്ല. അതെന്റെ തെറ്റ്. ആ വിട്ടുകളാ, നീ ക്ഷമിക്കും. ഫുഡ് ഞാൻ ഉണ്ടാക്കാം. ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ. ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പെർഫ്യൂം അടിക്കണം. എന്നിട്ട് കിടന്നു തരണോ അല്ലേ? അല്ലേ? എന്നതൊക്കെയുടെ പറയുന്നത്? മമ്മ മരിച്ചേക്കുന്ന അവസ്ഥയില് ഞാൻ അങ്ങനെയൊക്കെ പറയൂ? അങ്ങനെയൊക്കെ ചെയ്യൂ? വേണ്ട, അഭിനയിക്കണ്ട.
ഏത് മൂഡിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ചയുണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല. അതറിയാമല്ലോ മോൾക്ക്. ഒന്ന് പോയി തരാവോ? അങ്ങനെ പറഞ്ഞാലോ? ഇത് കഴിക്കേ, ഒന്ന് കൂളാവട്ടെ. മമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. ഒരു പാവം സൂക്കേടുകാരി തള്ള. അതിന് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോളോട് അങ്ങനെയാണോ? നിന്റെ ചെലവുകൾ, മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും ഉള്ള പണം, പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ, എല്ലാത്തിനും കണക്കുള്ളതല്ലേ? ഞാൻ എന്നെ ഒരു പോറല. അമ്മ മരിച്ച് 16 അടി എന്തെങ്കിലും കഴിയണ്ടേ? ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് പോയി കിടക്കും. മിഥുനെ, ആ വിവേകാനന്ദനല്ലേ ഇത്? ഏത് വിവേകാനന്ദൻ? നമ്മുടെ ഡയാനയുടെ പാർട്ട്ണർ ആണോ? സർ പ്ലീസ്. ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത. കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാ. എന്തേലും ആവട്ടെ, എനിക്കകം മടുത്തിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ. അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചിക്കൊഴയും, നിന്നെ പിച്ച് പറിക്കും. നീ അതൊക്കെ സഹിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തു പോവും. ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം. നമ്മൾ കാണുന്നതല്ലേ, അയാൾ എങ്ങനെയെങ്കിലും ഉരുപ്പോരും. പിന്നെ എത്ര കാലം വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരിതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ. അതിന് ഞാനില്ല. അയ്യോ അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും? ഒന്നും ശരിയാവില്ല. എന്ത് പ്ലാനാ ഇത്? നടക്കാത്ത കാര്യം. നടക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തുവന്നാ നടക്കും. പക്ഷേ അവര് സമ്മതിക്കുമോ? എങ്കിലല്ലേ പറ്റൂ. പറ്റണം. നമ്മൾ സമ്മതിപ്പിക്കണം. അത്ര എളുപ്പാവില്ല. നമുക്ക് ആഞ്ഞു ശ്രമിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. എന്താ അവരുടെ പേര്? സിത്താര.